ദശരഥ മഹാരാജാവിന്റെ ഭരണത്തിൽ അയോധ്യയിലെ ജനങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. അവർ സത്യം പറയുന്നവരുമായിരുന്നു. ഇത്ര വലിയ ഒരു രാജ്യം ഭരിക്കാൻ രാജാവിനെ സഹായിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിട്ടുള്ള മന്ത്രിമാരും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുമായിരുന്നു. വളരെ കഴിവുകളോടു കൂടിയ 8 മന്ത്രിമാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവരുടെ പേര് നമുക്കൊന്ന് നോക്കാം. ദൃഷ്ടി, ജയന്ത, വിജയ, സുരാഷ്ട്ര, രാഷ്ട്രവർധന, അകൂപ, ധർമ്മപാല, സുമന്ത. ഇവരായിരുന്നു രാജാവിൻ്റെ മന്ത്രിമാർ. ഈ 8 മന്ത്രിമാരുടെ പ്രത്യേകത പറഞ്ഞാൽ വളരെ പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയ ആൾക്കാരായിരുന്നു. അവർക്ക് രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ജീവനായിരുന്നു. അവർക്ക് രാജ്യത്തോടുള്ള കടപ്പാട് വളരെ പരിശുദ്ധമായിരുന്നു. അവർ വളരെ ദീർഘവീക്ഷണമുള്ള ആൾക്കാരായിരുന്നു. വളരെ ജ്ഞാനികളായിരുന്നു. ആ ജ്ഞാനം കൊണ്ട് അവർ ഒരിക്കലും അഹങ്കരിച്ചിരുന്നില്ല. ആ ജ്ഞാനം കൊണ്ടാണ് ദശരഥ മഹാരാജാവിന് ഇത്ര കാര്യക്ഷമമായിട്ട് ഭരണം നടത്താൻ സാധിച്ചിരുന്നത്. ഒരിക്കലും അവർക്ക് സ്വന്തം ഇന്ദ്രിയങ്ങളുടെ മേലുള്ള നിയന്ത്രണം വിട്ടുപോകുമായിരുന്നതേയില്ല. ആരെങ്കിലും പ്രലോഭിപ്പിക്കാനോ ശ്രമിച്ചാലും ധനത്തിൻ്റെയോ സുന്ദരികളായ സ്ത്രീകളുടെ രൂപത്തിലോ എങ്ങനെ നോക്കിയാലും ഒരിക്കലും ഇവർ അതിന് വശംവദരായിരുന്നില്ല. അതേപോലെ എല്ലാ തരത്തിലുള്ള ആളുകളോടും അവർ ഒരേപോലെ പെരുമാറിയിരുന്നു, ബഹുമാനിച്ചിരുന്നു. കൂടാതെ അവരെല്ലാവരും വളരെ ബുദ്ധിമാന്മാരുമായിരുന്നു. ഈ പ്രധാനപ്പെട്ട 8 മന്ത്രിമാർക്കും ഈ ഗുണങ്ങളൊന്നും കൂടാതെ ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേക ഗുണങ്ങളും ഉണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അവരുടെ പേരിനനുസരിച്ചാണ് അവരുടെ ഗുണങ്ങൾ വന്നിരിക്കുന്നത്. ഒന്നാമതായി ദൃഷ്ടി എന്നു പേരുള്ള മന്ത്രി. ദൃഷ്ടി അതായത് കാഴ്ച. ആ ദൃഷ്ടി എന്നു പേരുള്ള മന്ത്രി വളരെ ദീർഘവീക്ഷണമുള്ള മന്ത്രിയായിരുന്നു. സമയത്തിനു മുന്നേ കൂട്ടിക്കൊണ്ട് അയോധ്യയുടെ ഭാഗ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രത്യേക കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. വിജയ, ജയമെന്നർത്ഥം. അയോധ്യയുടെ സൈന്യത്തെ, പടയാളികളെ എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്ന ആളായിരുന്നു വിജയ. ജയന്തൻ, എപ്പോഴും നിലനിൽക്കുന്ന ജയം. വിജയ കൂട്ടിച്ചേർക്കുന്ന വിജയം മുഴുവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിരുന്നത് ജയന്തനാണ്. സുരാഷ്ട്ര, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് അർത്ഥസാധക. രാജ്യത്തിലെ ഖജനാവ് എപ്പോഴും നിറച്ചു വയ്ക്കുന്ന ആളായിരുന്നു. പ്രജകളിൽ നിന്നും ആവശ്യത്തിന് കരം പിരിച്ച് ആ രാജ്യത്തിൻ്റെ ഖജനാവ് എപ്പോഴും സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന മന്ത്രിയായിരുന്നു ഇത്. രാഷ്ട്രവർധന അല്ലെങ്കിൽ സിദ്ധാർത്ഥ, അദ്ദേഹമാണ് രാജാവിൻ്റെയും ജനങ്ങളുടെയും എല്ലാ ആവശ്യങ്ങളും കണക്കിലെടുത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. രാജ്യത്തിനാവശ്യമുള്ള വിഭവങ്ങൾ നിലനിർത്തുകയും അവ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണമെന്നും അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും സന്തുഷ്ടരായിട്ട് നിലനിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ വിഭവങ്ങളൊന്നും ഒരിക്കലും തീർന്നു പോകാതെയും അദ്ദേഹം തടഞ്ഞിരുന്നു. അകോസ അല്ലെങ്കിൽ അകൂപ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം ആൾക്കാർ ഓടി വരുന്നത് ഈ മന്ത്രിയുടെ അടുത്തേക്കാണ്. അദ്ദേഹം എല്ലാ സമയത്തും ആൾക്കാർക്ക് പ്രാപ്യനായിരുന്നു. കൂടാതെ അവരുടെ കൂടെ തന്നെ നിന്ന് എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരു ഭേദഭാവവുമില്ലാതെ എല്ലാവരോടും പെരുമാറിയിരുന്ന ആളാണ്. ധർമ്മപാല അല്ലെങ്കിൽ മന്ത്രപാല, ധർമ്മമനുസരിച്ച് സത്യമനുസരിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ട് രാജാവിനെ സഹായിക്കുന്ന ആളാണ് ഈ മന്ത്രി. വ്യക്തിപരമായി എല്ലാ നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട്, പ്രവർത്തനത്തിലുണ്ട് എന്ന് നോക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായിട്ടുള്ള ഭരണ സംവിധാനമാണ് അയോധ്യയ്ക്കുണ്ടായിരുന്നത്. മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളോട് ഒരു സുഹൃത്ത് ബന്ധവും ഈ ധർമ്മപാലൻ്റെ നേതൃത്വത്തിൽ അയോധ്യയിലുണ്ടായിരുന്നു. ഇനിയുള്ള 8ാമത്തെ മന്ത്രി ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും പ്രായം കൂടിയതുമായ മന്ത്രിയാണ് സുമന്ത്ര. ദശരഥ മഹാരാജാവിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. സുമന്ത്ര രാജാവിൻ്റെ ഏറ്റവും അടുപ്പമുള്ള, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമാണ് സുമന്ത്രരുടേത്. എല്ലാവരും അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അത്രത്തോളം ശുദ്ധമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ദശരഥ മഹാരാജാവിന് 2 ഗുരുക്കന്മാർ കൂടിയുണ്ട്, വശിഷ്ഠനും വാമദേവനും. ഇത്രയും പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ വിജയത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന മന്ത്രിമാരും ഗുരുക്കന്മാരും. ഇവരുടെ എല്ലാം സഹായത്തോടെ ദശരഥ മഹാരാജാവ് അയോധ്യ രാജ്യത്തിനെ
ഭൂമിയിലെ ഇന്ദ്രന്റെ അമരാവതിയെക്കാട്ടിലും മികച്ച ഒരു നഗരമാക്കി തീർത്തു എന്നാണ് രാമായണത്തിൽ പറയുന്നത്.